ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കേരളത്തിലെ LBS വഴി പാരാമെഡിക്കലോ നഴ്സിംഗോ GNM ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അപ്ഡേറ്റുകൾ, നോട്ടിഫിക്കേഷനുകൾ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടിപ്പുകൾ, ലൈവ് ആയിട്ടുള്ള ഡെമോ വീഡിയോകൾ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയുള്ളതെല്ലാം രക്ഷകർത്താവായിക്കോട്ടെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചോ, ഈ വീഡിയോ ലൈക്ക് ചെയ്തോ, നമ്മുടെ ചാനൽ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി പറ്റുമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു അഡ്മിഷൻ ഡെസ്ക് കമ്മ്യൂണിറ്റി പോലെ ബിൽഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാൻ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് LBSന്റെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വൈകുന്നു. നമുക്കറിയാം, LBSനെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കീമിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഇന്നലെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് പഠിക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ക്ലാസ്സുകൾ വൈകുകയാണ്. നമ്മൾ LBSൽ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് പ്രൊഫഷണൽ ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനുശേഷം വെരിഫിക്കേഷനും എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും, അതായത് പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ട് 14-ാം തീയതിയായിരുന്നു നമുക്ക് ഇതിന് മുമ്പ് വന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് അനുസരിച്ച് ഫസ്റ്റ് അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ ലിസ്റ്റിൽ നിന്ന് മാറി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. പക്ഷേ അതൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഇനിയൊരു ഡേറ്റിൽ, അപ്പോൾ അടുത്ത ആഴ്ചകളിൽ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 6-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 1 എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ഈ പറയുന്ന അലോട്ട്മെന്റ്, അപ്പോൾ അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, അതിനും കുറഞ്ഞത് ഒരു 4-5 ദിവസം തരേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ അടുത്ത മാസം ആദ്യ വീക്കിൽ പോലും എന്ത് വരില്ല, അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അഡ്മിഷൻസ് നീണ്ടുപോകും, ക്ലാസ്സുകൾ തുടങ്ങുന്നത് വൈകും. ഈ പറയുന്ന പോലെ ഈ ഒരു വർഷം നീണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ LBS അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ വിളിച്ച് നോക്കാം. നമ്പർ അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്കറിയാൻ സാധിച്ചത് ഇതിൻ്റെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ ചെക്കിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതായത് കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇന്ന് 11 4 ദിവസത്തെ ഡിലേ വന്നു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വൈകും. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഓഗസ്റ്റ് 14 മുതൽ 18 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു വീക്ക് കൂടിയൊക്കെ ഡിലേ ആവാനുള്ള, അല്ലെങ്കിൽ കുറച്ചധികം ഡിലേ ആവാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം ഇതിൻ്റെ നടപടികൾ തുടങ്ങണമെന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഡിലേ അനുസരിച്ച് നിങ്ങൾ ലാഗാക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ പ്രയോറിറ്റി ലിസ്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കാം. കോളേജും കോഴ്സും നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിനനുസരിച്ച് സ്റ്റഡി ചെയ്യാം, കൺഫേം ചെയ്യാം, ഫർദർ ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്നെങ്കിൽ പാരാമെഡിക്കൽ അല്ലെങ്കിൽ നേഴ്സിംഗിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുക്കാം. LBS അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഓൾറെഡി മറ്റ് സ്ട്രീമുകളിൽ ഓൾറെഡി നിങ്ങൾ ബാക്കപ്പായിട്ട് അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മാറിയിട്ട് LBSലേക്ക് പോകാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, LBSന്റെ റാങ്ക് ലിസ്റ്റുകൾ അനലൈസ് ചെയ്ത് കട്ട് ഓഫുകൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്. റാങ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൾ അതർ ഫാക്ടേഴ്സ് ഓൾസോ. റിസർവേഷൻ ഉണ്ട്, കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ബാക്കി കോട്ടകളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ.